മാറില്ല മാറില്ല. ടീച്ചർ കണ്ടോ? കല്യാൺ ടീച്ചറെ നിങ്ങൾ കണ്ടോന്ന്? കണ്ടു. എവിടെ? എന്തോന്ന് ടീച്ചർ കണ്ടത്? ഞാൻ കണ്ടത് ഇവിടെയൊന്നും അല്ല. ഞാനിതൊന്നും തച്ചോട്ടെ മാഷേ. ആ ബെല്ല് കാണുന്നില്ല ടീച്ചറെ? കാണുന്നില്ലെങ്കിൽ കാണണ്ട. ഇനിയിപ്പൊ ബെല്ലടിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. കുഴപ്പമുണ്ടായിട്ടല്ല, എന്നും കാലത്ത് ബെല്ലിന്റെ ശബ്ദം കേട്ട് ശീലിച്ചു പോയി, അതുകൊണ്ടാ. ബെല്ല് കണ്ടില്ലല്ലോ? ഞാൻ 2 ദിവസത്തിന് മുമ്പേ ഒന്ന് കണ്ടു. അല്ലോ കള്ള ശൈത്താൻ. വേണ്ട ഊമ നോക്കണായിരുന്നു നോക്കണേ. ഇനി വേണക്ക് കോയാ നിങ്ങൾ ഇവിടുന്ന് ബെല്ലെടുത്തോണ്ട് പോയോ? ആ കൊണ്ടേയി. എന്നിട്ട് അതല്ലേ രാത്രി ഞാൻ പോയി തന്നായി. ഇയാള് മറേ ഇയാളെന്തോടോ ചിട്ടിയുടെ കാശ് തരാത്തെ? തരൂലേ? എപ്പ തനിക്ക് തോന്നുമ്പോഴോ? കൈ കിട്ടുമ്പോ. അതൊക്കെ പള്ളി പറഞ്ഞാ മതി. പള്ളിയിൽ വേറെ തന്നെ വല്ലതും പറയാനുള്ള ഇതങ്ങോട്ട് മറന്നുപോയാലോ? തിക്കും തിരക്കും തല്ലും പിടിയും കൂട്ടി ചിട്ടി പിടിച്ചോണ്ട് പോകുമ്പോ വായിലും നാക്കിലും ഒക്കെ തേനും പാൽ താഴത്തെ വലിക്കുമായിരുന്നല്ലോ. വാങ്ങിക്കാനുള്ള പണി എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. എന്നാ പിന്നെ അതാണ്ട് പോയിക്കോളീന്ന്. ക്ലാസ്സിൽ കയറ. എല്ലാരും ക്ലാസ്സിൽ കയറ. ക്ലാസ്സിൽ കയറ. ബെല്ലടിച്ചാലും ക്ലാസ്സിൽ കയറണമെന്നില്ലല്ലോ. ഓണോ ക്ലാസ്സിൽ എന്റെ പാത്രം എന്റെ ആണോ? എന്നാ ഹെഡ് മാഷ് അത്ര ഹെഡ് മാഷ് ഇവറ്റകളുടെ പുറകെ ഓടി എന്റെ നടു ഒടിഞ്ഞു. കണ്ടത്തിലെ പണിയൊക്കെ തീർന്നാ? ഒരു തമാശ. മണിയെടുത്തോ? മണി 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 താനെടുത്ത് കാണും. എനിക്കെന്തിനാ പണി? മാനേജറുടെ വീട്ടിൽ കൊണ്ടുവച്ച് കിണുക്കാൻ. എന്തൊരു തമാശ. സയൻസ് സയൻസ്. മനുഷ്യന് കുത്തിരിക്കാൻ വയ്യാണ്ടായിക്കുന്നു ഇവിടെ. അർച്ചസ് കൂടിയോ? കസാലിന്റെ കാലൊടിഞ്ഞിരിക്കുന്നു. അവൻ നന്നാക്കാൻ എനിക്ക് ആശാരിപ്പണി ഒന്ന് പറഞ്ഞൂടാ. അല്ല, ആശാരിപ്പണി ഹെഡ് മാസ്റ്റർമാരും ഉണ്ട്. നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും മാഷ് ചെറുപ്പായിട്ട് വരിക. ഇപ്പൊ മനസ്സിലായി എന്താന്നാ മണി ആരാ മോട്ടിച്ചത്. ഒരു പുതിയ മാസ്റ്റർ ജോയിൻ ചെയ്യാൻ വരണ്ട്. ഇന്ന് വന്നാലേ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ. എനിക്കിന്ന് ട്രഷറി പോണം. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ പാൽപ്പൊടി റവ എടുത്ത് കൊടുത്തിട്ട് പോണം. ഞാൻ പോയിട്ട് വരട്ടെ. അതെന്തിനാ ഇപ്പൊ കൊടുത്താലെന്താ? പെൺകുട്ടി അവിടെ കാത്തു നിൽക്കുന്നു. പിന്നെ ഏയ്യോ എപ്പോഴാ സ്കൂൾ പരിശോധനയ്ക്ക് വരണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇല്ലാത്തപ്പോ തനിക്കാ ചാർജ്. വരുമ്പോ ഞാനിവിടെ കാണത്തില്ല. അങ്ങനെ എന്നെ മാത്രം ആപ്പിലാക്കാൻ നോക്കണ്ട. എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രഷറി പോകണ്ടേ? എന്തിനാ ട്രഷറി പോകുന്നത്? അവിടെ ആണോ വാഴക്കൃഷിക്ക് വളം തരുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല. കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെ രജിസ്റ്ററിൽ ഒപ്പിട്ടേച്ച് പറമ്പിൽ പോയി വാഴയ്ക്ക് ഇളക്കുന്ന ഇടപാട് അധികകാലം വെച്ച് നട. പിന്നെ റവ കുറച്ചേ എടുക്കാവൂ. പെരുവേറന്മാർക്ക് ഒരു പ്രാവശ്യം വിളമ്പിയാ മതി. പിന്നെ ആ വീട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവന്മാര് പൂട്ട് കുത്തി തുറന്ന് പാൽപ്പൊടി റവയൊക്കെ മോട്ടിക്ക് പോകുന്ന എന്റെ പേടി. അവരങ്ങനെ ചെയ്യില്ല. ഇവിടുത്തെ മാഷന്മാരെക്കാൾ ഭേദാ. ആമിലെ ചിറാപ്പുഞ്ചിയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ
ആ ആസാമിലെ വീടുകൾ വളരെ പൊക്കമുള്ള തൂണുകളിന്മേലാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. കാരണം എന്താ? സൈനബ പറയൂ. അവിടെ തൂണുകൾ വളരെ കുറഞ്ഞ വിലക്ക് കിട്ടുമായിരിക്കും. എന്നോട് ചോദിച്ചില്ല. അയ്യടാ ഒരു പുത്തി മൈതനവിടെ. സൈനബയ്ക്ക് അറിയില്ലേ? വെള്ളപ്പൊക്കത്തിൽ വീടുകൾ ഒലിച്ചു പോകാതിരിക്കാൻ എട്ടികൾ. എന്നാ പിന്നെ മാഷേ നമ്മുടെ സ്കൂളും മരത്തൂണിൽ നിർത്തിയാൽ മതിയായിരുന്നല്ലോ. നിർത്തടാ. അഭിപ്രായം നിന്നോട് ചോദിച്ചോ? എടാ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? ചോദിച്ചോ? നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്ത് വേണേ ചെയ്തോ. എനിക്ക് പെട്ടെന്നൊരു വയറ്റ് വേദന. ഞാൻ 2 പോന്ന് പറഞ്ഞേച്ചാ മതി. കല്യാൺ ടീച്ചറെ, കല്യാൺ ടീച്ചറെ, ഏയ്യോ വരുന്നു. ഏയ്യോ നിക്കുന്നതാണ്. പക്ഷെ പായല് ഇത് നമ്മളാണ്. അത് പുതിയ മാസാണ്. ഏയ്യോ അല്ല. അവരി 2 വീടും ഈശ്വരനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് എന്താ കാണിക്കാനാ? ആ ഇത് നാണു മാഷ്, ഇത് കോയാക്കുട്ടി മാഷ്, ഇത് കല്യാണി ടീച്ചർ. മാസ്റ്റർ നാടോടാണ്? അത് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലേ? ജില്ലയാക്കിയടോ. ഏത് ക്ലാസ്സാ? 4ാം ക്ലാസ് തന്നെ ആയിക്കോട്ടെ. തന്റെ ഇംഗ്ലീഷ് കേട്ട് കേട്ട് കുട്ടികൾ ഒരു വഴിക്കായിട്ടുണ്ട്. ഞാൻ നിർബന്ധിച്ചിട്ടല്ലോ എനിക്ക് ഇംഗ്ലീഷ് തന്നത്. ഇവിടെ ആർക്കും പറ്റാത്തോണ്ടല്ലേ. അപ്പൊ മാഷ് ഏതായാലും 4ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കാം. എനിക്ക് 4ാം ക്ലാസ് വേണ്ട, 1ഓ 2ഓ മതി. ഏയ് നിങ്ങളെ പോലെ കഴിവുള്ള ഒരാളെ 1ലും 2ലും വിടുന്നത് ശരിയല്ല. എനിക്ക് കൊച്ചു കുട്ടികളെ വലിയ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, പക്ഷെ പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിൽ മതി. എനിക്ക് പൊക്കോളൂ, പക്ഷെ ഇവിടെ കാര്യങ്ങളൊക്കെ പറമ്പിലാണ്. അതല്ല, 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ മതി. ഞാൻ പരിചയപ്പെടുത്താം. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തോ നിങ്ങളുടെ പുതിയ അധ്യാപകൻ പ്രഭാകരൻ മാസ്റ്ററാണ്. ദിവാകരൻ മാസ്റ്ററാണിത്. ദിവാകരൻ മാസ്റ്ററെ പോലെ ഒരു മാസ്റ്ററെ നിങ്ങൾക്ക് മാസ്റ്ററായി കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. പിന്നെ വിടപടയ്ക്കും. അതുകൊണ്ട് എല്ലാരും അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഇരിക്കെ. മാഷ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഒരു ഇംഗ്ലീഷ് പുസ്തകം തരൂ. ഇത് കണക്ക് പുസ്തകമല്ലേടാ. ഇംഗ്ലീഷ് പുസ്തകം ചോദിച്ചാ ഇംഗ്ലീഷ് പുസ്തകം തരൂ. നടന്നോട്ടെ. ശരി. എന്താ പേര്? കൃഷ്ണകുമാർ. പേര്? സീനബാന്ന്. ഓൾഡച്ചൻ ഒസാന. ഒസാൻ കുഞ്ഞലവി. ഒസാന? അങ്ങോട്ട് മാറി നിൽക്ക്. മാഷേ ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. നോക്കാം. വേണ്ട. വന്നാട്ടെ, നല്ല കൈപ്പുണ്യമുള്ള പെണ്ണാ.
മാറി നിൽക്കോ, മാറി നിൽക്കോ. ഒരാൾക്കൂടുണ്ട്. മാറി നിൽക്ക്. പാത്രം വേണ്ടേ? വന്നട്ടെ മാഷ്. കഴിച്ചു പിള്ളേരുടെ പാത്രം. എങ്ങനെയുണ്ട് മാഷെ ഉപ്പ? വേണമെങ്കിൽ 5 മിനിറ്റ് കിടന്നോളൂ ആ ബെഞ്ചിലോട്ട്. വേണ്ട, ഏതായാലും ഞങ്ങളൊന്ന് കിടക്കും. ആ എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകണം. ഇത് രാവിലെ ഒരിക്കൽ പറഞ്ഞതാ. മാഷ് ക്ലാസ്സിലോട്ട് പോകോളൂ. സൈലൻസ്. What is this? This is a bag. What is this? This is a book. What is this? This is a pen. What is this? This is a pencil. So, book is beautiful. Pen is beauty. Pencil is very beauty of the family and the country. In the radio, come and going of the completely boys and girls and butterflies. മാഷേ നന്നായി, പക്ഷേ കടുപ്പം ഇത്തിരി കുറച്ചാ കൊള്ളാം. ലൈറ്റ് ആക്കാം. ലൈറ്റ് ആക്കാണ് നല്ലേ. പാലും പഞ്ചാരയും കുറച്ച് ആസ്തിയാണ്ട് കൂട്ടാലോ. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളായതുകൊണ്ട് ഈ സാധനങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങിയായിരിക്കും നല്ലത്. ഈ കണ്ണാടി, പേന, പുസ്തകം, ഡെസ്ക്, ബെഞ്ച്, കോഴി, താറാവ്, അങ്ങനെ അങ്ങനെയായിട്ട്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. നടന്നോട്ടെ നടന്നോട്ടെ. ഇതിന് മലയാളത്തിൽ പുസ്തകം എന്ന് പറയും, ഇംഗ്ലീഷിൽ book. ഇതിന് മലയാളത്തിൽ പേരെന്ന് പറയും, ഇംഗ്ലീഷിൽ ആ. ചോറിനെന്താ മാഷെ ഇംഗ്ലീഷ്? ചോറിന്റെ ഇംഗ്ലീഷ്? ചോറിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഇല്ല. ഈ ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. അപ്പൊ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പൊ ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്, ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്. അപ്പൊ ഉപ്മാവിന് എന്താ പറയും? പറ മാഷെ, ഉപ്മാവിന്റെ ഇംഗ്ലീഷ് എന്താ? വല്ലാത്തൊരു തലവേദന പോലെ. മാവ് മാംഗോ ട്രീ, മാംഗോ ട്രീ. അല്ല എന്താ ചോദിച്ചേ? ഉപ്മാവിന്റെ ഇംഗ്ലീഷ്. ഉപ്പാന്റെ ഇംഗ്ലീഷ് സോൾട്ട് മാംഗോ ട്രീ. ഉപ്പാന്റെ ഇംഗ്ലീഷ് സോൾട്ട് മാംഗോ ട്രീ. അയ്യേ, മാഷിന്റെ ട്രൗസറിൽ കാക്കത്തൂറി. അതിനെന്താ മാഷെ ഇംഗ്ലീഷ്? സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു യൂണിയനിൽ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. നിങ്ങൾ TTTയിൽ ചേർന്നോളൂ. യൂണിയൻ നമ്മുടെ ഒരു കരുത്താ. ഒരു യൂണിയൻ വിചാരിച്ചാലും എന്റെ പ്രശ്നങ്ങൾ തീരില്ല മാഷെ. അത് TTTയെ പറ്റി വളരെ വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന് പറയാം. ഞാൻ ആലോചിക്കട്ടെ. അപ്പഴേ മാഷെ, ഹെഡ് മാഷ് പറഞ്ഞു AEO അടുത്ത ആഴ്ച ഇൻസ്പെക്ഷൻ വരുമെന്ന്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് കാര്യമായ വല്ല പിടിയുണ്ടോ? ഈ ഇൻസ്പെക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതറിഞ്ഞൂടെ? നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇൻസ്പെക്ഷൻ ഇല്ലേ? ഇല്ല.
സ്കൂളിന്റെ കാര്യക്ഷമത അന്വേഷിക്കാനാണ് AU ഇൻസ്പെക്ഷൻ വരുന്നത്. നിങ്ങൾ പുതിയ ആളായതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റും വാങ്ങി പരിശോധിക്കും. ഇയാളാണോ പുതിയ മാഷ്? ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണട്ടെ. ഞാൻ സംശയിച്ചു തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. ഇയാൾ അധ്യാപകനല്ല. അധ്യാപക വർഗത്തെ നാണം കെടുത്താൻ ഇറങ്ങിയ ചതിയനാണ്. സർക്കാരിനെയും വിദ്യാർത്ഥികളെയും പറ്റിക്കാമെന്ന് കരുതിയ നീചനാണ്. ഞാൻ നിരപരാധിയാണ് സാർ. അനങ്ങിപ്പോകരുത്. നമസ്കാരം. നമസ്കാരം. 12-ാം തീയതിയായി AU വരുന്നത് മറന്നിട്ടില്ലല്ലോ. ക്ലാസ്സിൽ കുട്ടികളെ തിരച്ചോണം. സ്ട്രെങ്ത് ഇപ്പൊ വളരെ കുറവാണ്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. കുട്ടികളെ പിടിച്ചോണ്ട് വന്ന് ക്ലാസ്സിൽ ഇരുത്തി തരിക എന്നുള്ളത് എന്റെ ജോലിയല്ല. അതൊക്കെ ആവശ്യക്കാർ ചെയ്തോണം. അല്ല വീട്ടിലേക്കല്ലേ? അതെ. അല്ല ടീച്ചർ. വേണ്ട, വീടടുത്തല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. വണ്ടി വിട. നമ്മക്ക് ആ ജീപ്പിലൊന്ന് കയറണമെന്ന് പെരുത്താസണ്ടേ. ഇനി അതിന് താ ഒന്നുകൂടെ പോയി പെണ്ണായിട്ട് ജനിച്ചു വാ. ഇപ്പൊ എല്ലാരും കൂടെ എവിടെങ്കിലും പോയി കുറച്ച് പിള്ളേരെ പിടിച്ചോണ്ട് വാ. മനസ്സിലായില്ല മാഷെ, ഓരോ ക്ലാസ്സിലും ഇത്ര കുട്ടികൾ വേണമെന്ന് ചില കണക്കുകളൊക്കെ ഉണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ മാഷ ക്ലാസ്സിൽ തന്നെ 15 കുട്ടികളുടെ വേണം എങ്കിലേ കണക്ക് തികയും. പുതിയ നിയമനമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാഷ. ജോലി സ്ഥിരപ്പെടണ്ടേ? കൊടുത്ത കാശ് വെള്ളത്തിൽ പോകാതിരിക്കണ്ടേ? അന്യ നാട്ടുകാരനെ ഇയാള് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് ആരാ കുട്ടികളെ അയക്കുക? മാഷൂടെ പോ. എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ശമ്പളത്തിന്റെ ബില്ല് എഴുതണം, അരിയേഴ്സിന്റെ പേപ്പർ സ്ഥിരപ്പെടുത്താൻ പോണം, വാഴയുടെ ഇടകളയ്ക്കാൻ പോണം. കല്യാൺ ടീച്ചറോടൊന്ന് പോയാട്ടെ. എന്റെ തല കണ്ട പിള്ളേരെ കരയാൻ തുടങ്ങും. ഇതിനൊക്കെ പറ്റിയ ആള് അവളാ, ആ സുജാത. ബാക്കി വരുന്ന ഉപ്പുമാവും പാലും ഒക്കെ കൊടുത്ത് കുറെ തള്ളമാരെ അവള് വശത്താക്കി വെച്ചിട്ടുണ്ട്. അവള് പറഞ്ഞ നാട്ടുകാർ കുട്ടികളെ അയക്കും. അവളാ പറ്റിയ ആള്. അങ്ങനെയെങ്കിൽ അങ്ങനെ. വരട്ടെ മാസ്റ്റർ, വരട്ടെ. ഏയോ വരുമ്പോ ക്ലാസ് നിറഞ്ഞിരിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. പോയേ നമുക്കൊന്ന് ചുറ്റാം. എന്തിന്? പിള്ളേരെ പിടിക്കാൻ. എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പിള്ളേർ കൊടുത്തക്കാരുണ്ട് ഓല ഏൽപ്പിച്ചാല് ഓല് നാരങ്ങ മുട്ടായി ആയിട്ട് ഇഷ്ടം പോലെ കൊണ്ടുപോയി തരും. താമലി വാചകമൊന്നും പഠിക്കണ്ട. തനിക്ക് കൂടെ വരാൻ പറ്റുമോ? പോളോ. പിന്നെ എപ്പോഴും AU വന്ന് പോയിട്ടോ. വീട്ടിൽ കുറച്ച് പണിയുണ്ട്. എന്താ പണി? കുട നന്നാക്കാൻ പോണോ? നിങ്ങൾ തോന്നിയ ദിവസം പറയാൻ കരുതേ. അതായിരുന്നല്ലോ എന്റെ ആദ്യത്തെ പണി. ഓ, ദിവാരം മാഷ് കേട്ടുപോയത് കൊണ്ടായിരിക്കും. പണ്ടാറോ പണ്ടാറില്ല. പോട്ടെ. മാഷ് വിഷമിക്കാതിരി. കുട്ടികളൊക്കെ നമുക്ക് പിടിക്കാം. പക്ഷെ നിങ്ങൾ TPT ചേരണം. ചേരാം. പിന്നെ ഞാൻ ഒരു ചിട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, 2000-ന്റെ. മാനേജർക്ക് ഞാൻ ഇനിയും കാശ് കൊടുക്കാനുണ്ട്. നിങ്ങൾ വലിയ കുടുംബത്തിലെ ആളല്ലേ മാഷെ? മൂത്ത സഹോദരൻ ഉത്തർപ്രദേശ് കളക്ടറല്ലേ? അങ്ങനോട് കുറച്ച് കാശ് വെച്ചേരാ പറയണം. അതൊക്കെ എന്റെ ആദർശത്തിനെതിരാ. ഞാൻ ഈ മാഷ പണിക്ക് വരാൻ തന്നെ. അതൊക്കെ എനിക്കറിയാം. കാശിന്റെ കാര്യം വരുമ്പോ നമ്മൾ ആദർശമൊക്കെ കളയുന്നതാണ് നല്ലത്. ആദർശം. ആ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു പെണ്ണില്ലേ, എന്താ അവളുടെ പേര്? സുജാത. അവള് വലിയ പഠിപ്പുകാരിയാണ്. ഏതാണ്ട് കോളേജിലൊക്കെ പോയി കുറെ പഠിച്ചതാ. പിന്നെ എല്ലാം തകിടം പറഞ്ഞു. അവളുടെ സഹോദരനെ പേടിച്ചിട്ടാ മാനേജർ അവൾക്ക് ഈ സ്കൂളിൽ ജോലി കൊടുത്തു. പേടിച്ചിട്ടോ? എന്നെങ്കിലും അവൻ തിരിച്ചു വരുമ്പോ മാനേജരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം. അവളുടെ സഹോദരൻ അവിടെ പോയി, ജയിലിൽ പോയി. അയ്യോ, നക്സലേറ്റ് ശിവൻകുട്ടിയെ പറ്റി കേട്ടിട്ടില്ലേ? അവിടെ ചേട്ടനാ. അകത്തായിട്ട് 7 കൊല്ലമായി. എപ്പോഴാ പുറത്തു വരിക എന്ന് ഒരു പിടിയുമില്ല. ഇപ്പോഴും ആൾക്കാർക്ക് ആ വീട്ടിൽ ചെല്ലാൻ ഭയമാ. അവള് നക്സലേറ്റാ? ആയിരിക്കും. ഞങ്ങള് സുജാതയെ തേടി ഇറങ്ങിയതാ. എന്തിന്? പിന്നെ നമ്മുടെ സ്കൂളിന്റെ സ്ഥിതി അറിയാവല്ലോ. ഇൻസ്പെക്ഷൻ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സ്കൂളിന്റെ അംഗീകാരം പോകും. പൊയ്ക്കോട്ടെ. ഇങ്ങനൊരു സ്കൂള് ഈ നാട്ടിൽ എന്തിനാ മാഷേ? അത് മാഷന്മാരെ ചേർത്ത് മാനേജർക്ക് കാശുണ്ടാക്കാനും നിങ്ങൾക്കൊക്കെ ശമ്പളം വാങ്ങാനും അല്ലേ? അങ്ങനെ പറഞ്ഞ ദിവാരം മാഷ് പാവോ. പിന്നെ ഇൻസ്പെക്ഷന്റെ അന്ന് കുറച്ച് കുട്ടികളെ ഇടപാട് ചെയ്ത് തരണം. ഞങ്ങൾ ഇതിനു മുമ്പും ഇതിനു വേണ്ടി കുറെ ഇറങ്ങി നടന്നിട്ടുള്ളതുകൊണ്ട് ഇനി അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല. സുജാത വിചാരിച്ച നടക്കും. കുട്ടികൾ തെളിഞ്ഞില്ലെങ്കിൽ ഇയാടെ പണി പോവും.
അതാ നല്ലത്. വാ മാഷേ, നമുക്ക് വാ. അപ്പൊ ചിട്ടി സ്കൂൾ ആരംഭിക്കുന്ന കാലത്ത് ഞാൻ നാടായ നാടൊക്കെ കുറെ തെണ്ടിയതാ കുട്ടികളെ പിടിക്കാൻ. ഇപ്പൊ കുണ്ടാങ്കടവ് പള്ളിക്കൂടത്തിലേക്ക് ആരും കുട്ടികളെ അയക്കില്ല, ചീത്തയായി പോത്രേ. ഇതിപ്പോ ഒരു ദിവസത്തേക്കല്ലേ? ഒരു മണിക്കൂർ നേരത്തെ കിട്ടില്ല മാഷെ. സ്കൂള് പൊളിഞ്ഞു വീഴുന്നത് കാണാൻ നാട്ടുകാർ കാത്തിരിക്കുക. അത്രയ്ക്ക് വെറുപ്പാ. അല്ല, വെറുപ്പുണ്ടാകുന്നതിൽ തെറ്റ് പറയാൻ ഒക്കില്ല. ഞാനിപ്പോ ഒരു കുഴി വന്ന് വിട്ടിരിക്കുകയാണല്ലോ. സംശയമുണ്ടോ? മാഷക്കറിയോ എന്റെ ഭാര്യയും കുട്ടികളെയും എന്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാത്തതിന്റെ കാര്യം? ഇല്ലേ? ഇല്ല. ആ മാനേജർ ഇവിടുന്ന് മാറൂല. ആ മാനേജരെ ഇവിടുന്ന് മാറൂല്ലെന്ന്. എന്താ? മാഷിക്കിന്റെ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞൂടെ? എന്റെ ദൈവമേ, കഷ്ടം. വാ പോവാ. TPTA എന്ന സംഘടന ആപത്തിൽ സഹായിക്കുന്നതാണെന്ന് ഇനിയെങ്കിലും മനസ്സിലായിക്കൊള്ളൂ.